ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ 2 മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു. നമ്മുടെ വീട്ടമ്മമാരാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം 230 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത് 100 രൂപയെങ്കിലും കൂട്ടിക്കിട്ടണമെന്ന് മാത്രം അവരാവശ്യപ്പെടും. പക്ഷേ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി പുനഃപരിശോധിക്കേണ്ടതാണ്. മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം, ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ്. ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അവർക്ക് പ്രത്യാശ ഉണ്ടാവണം, അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ശാന്തത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം അവർക്കുണ്ടാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.